അപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങൾ എന്റെ തിരുമുഖത്തെ വണങ്ങി ഇങ്ങനെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാജ്യം തരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളു. 5 എന്റെ തിരുമുഖം നിത്യനായ പിതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഒന്നും തന്നെ നിഷേധിക്കപ്പെടുകയില്ല. ഹല്ലേലൂയ. 5ാമത്തെ വാഗ്ദാനം എന്താണ്? തിരുമുഖം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അപ്പോ തിരുമുഖത്തിന്റെ ജപമാലയുണ്ട്. തിരുമുഖ ജപമാല എന്ന് പറഞ്ഞ ജപമാലയുണ്ട്. ആ ജപമാലയിലെ രഹസ്യങ്ങള് അച്ഛൻ വായിച്ച അത് നമുക്ക് എങ്ങനെ വേണേലും ഉണ്ടാക്കാം. പക്ഷേ തിരുമുഖ ജപമാലയുടെ 1ാമത്തെ ഒരു രഹസ്യം ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് അച്ഛൻ വായിച്ചത്. സോ ഈ ഉദരത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ ഈശോയുടെ തിരുമുഖത്തെ സമർപ്പിച്ച് കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞിട്ട് 10 പ്രാവശ്യം തിരുമുഖ ജപമാലയിൽ 2-3 തരത്തിലുള്ള തിരുമുഖ ജപമാല അച്ഛൻ വായിച്ചിട്ടുണ്ട്. അച്ഛൻ ഇപ്പോൾ ഒരെണ്ണം പറയാം. അതിൽ 10 പ്രാവശ്യം ഇങ്ങനെ ചൊല്ലുകയാണ്: ആബാ പിതാവേ, അങ്ങേ പ്രിയപുത്രന്റെ തിരുമുഖത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ദയയായിരിക്കണമേ. ഈശോ, ആബാ പിതാവേ, അങ്ങയുടെ പ്രിയപുത്രന്റെ തിരുമുഖത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. അപ്പോൾ ഈശോയുടെ തിരുമുഖത്തെ പിതാവിന് സമർപ്പിച്ചുകൊണ്ട് 1ാം രഹസ്യത്തിൽ ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 2ാമത്തെ രഹസ്യത്തിൽ ഈശോയുടെ തിരുമുഖത്തെ സമർപ്പിച്ചുകൊണ്ട് ബാലികാബാലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 3ാമത്തെ രഹസ്യത്തിൽ ഈശോയുടെ തിരുമുഖത്തെ സമർപ്പിച്ചുകൊണ്ട് യുവതി യുവാക്കൾക്ക് വേണ്ടി അവരുടെ ജോലിയുടെ മേഖല, വിവാഹത്തിന്റെ മേഖല, പാപത്തിന്റെ മേഖല, വഴിതെറ്റിപ്പോകുന്ന മേഖല, ഡ്രഗ്സിന്റെ മേഖല ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. 4ാമത്തെ രഹസ്യത്തിൽ ഈശോയുടെ തിരുമുഖത്തെ സമർപ്പിച്ചിട്ട് കുടുംബജീവിതത്തിലുള്ള പ്രതിസന്ധികൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, വിവാഹമോചനത്തിന്റെ മേഖലകൾ, സന്താന സൗഭാഗ്യമില്ലാത്ത ദമ്പതികൾ ഒക്കെ അവർക്ക് വേണ്ടി, അതുപോലെ ജഡിക അഭിലാഷങ്ങളിൽ, ദാമ്പത്യ അവിശ്വസ്തതകളിൽ കഴിയുന്ന ആളുകൾ, ഇതുപോലെയുള്ള മേഖലകളിൽ ഈശോയുടെ തിരുമുഖത്തെ സമർപ്പിച്ചിട്ട് കർത്താവേ കരുണയായിരിക്കണം. ആവാ പിതാവേ, അങ്ങയുടെ തിരുകുമാരൻ, അങ്ങയുടെ പ്രിയപുത്രന്റെ തിരുമുഖത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണം. ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന തിരുമുഖ ജപമാലയുണ്ട്. അപ്പോൾ ഈശോ പറയാണ്, 5ാമത്തെ വാഗ്ദാനം അതാണ്: എന്റെ തിരുമുഖം നിത്യനായ പിതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഒന്നും തന്നെ നിഷേധിക്കപ്പെടുകയില്ല. കാരണം നമ്മൾ കൊടുക്കുന്നത് ഈശോയുടെ മുഖമാണ്. നമ്മൾ മേടിക്കുന്നത് എന്താണ്? ഈ ലോകത്തിലെ ചെറിയ കാര്യങ്ങളാണ്, അല്ലേ? നമ്മൾ ഒരു കടയിൽ കൊണ്ടുപോയി ഒരു കോടി രൂപ കൊടുത്തെന്ന് വിചാരിക്കും, ഒരു അരിക്കടയിൽ. പിറ്റേ ദിവസം നമ്മൾ ചെന്നിട്ട് പറയാണ്, എനിക്ക് 2 കിലോ അരി വേണമെന്ന് പറഞ്ഞാൽ അയാൾ തരുമോ ഇല്ലയോ? കട തന്നെ എടുത്തോളാൻ പറയും. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് അമൂല്യമായ ഒരു കാര്യമാണ്, ഈശോയുടെ തിരുമുഖമാണ്. എന്നിട്ട് നമ്മൾ ഈ